ഹായ്, നമസ്കാരം. ഞാൻ രാവിലെ ഉടുപ്പി ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിൽ എത്തി. ദർശനങ്ങൾ രാവിലെ വളരെ ഐശ്വര്യകരമായി നടന്നു. പ്രതീക്ഷിച്ചതിനേക്കാൾ നല്ല രീതിയിലുള്ള ദർശനം സർവേശ്വരൻ തന്നെ എന്നെ അനുഗ്രഹിച്ചു. ശ്രീകൃഷ്ണ ഭഗവാന് അറിയാം എന്നെ സഹായിക്കാൻ വലിയ ശക്തിയുള്ള മനുഷ്യരോ ആൾക്കാരോ ഒന്നുമില്ലെന്നും സർവേശ്വരൻ മാത്രമേ ഉള്ളൂ എന്ന് നന്നായിട്ടറിയാം. അതുകൊണ്ട് എനിക്ക് ഞാൻ പ്രതീക്ഷിച്ചതിനേക്കാൾ നല്ല രീതിയിലുള്ള അനുഗ്രഹങ്ങളും ദർശന സായുജ്യ പുണ്യങ്ങളും എല്ലാം എനിക്ക് തന്നു. ഇനിയും കൂടുതൽ തൊഴണം. അന്നദാനമുണ്ട്. ഉച്ചയ്ക്കാണ് അന്നദാനം, 12 മണിക്ക് തന്നു. സുദർശന ചക്രം എൻ്റെ ഇനി കാണാം. ഞാൻ ഫ്രണ്ട് ക്യാമറയിലൂടെ കാണിക്കും. ഇത് അമ്പലത്തിൻ്റെ ഒരു വശമാണ്. സൂര്യൻ ഉദിച്ചു വരുന്നു. ഇത് ഗീതാമന്ത്രമാണ്. ഇവിടെ ഗീതാവചനങ്ങൾ പ്രഘോഷണം നടത്തുകയാണ്. പ്രാർത്ഥന. ഒരു ഭക്തി നിർഭരമായ അന്തരീക്ഷമാണ് ഈ ഉടുപ്പി ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രവും പരിസരവും. ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിലെ ഗോശാലയാണ്. ധാരാളം പശുക്കളുണ്ട്. ഇതാണ് ദർശനത്തിനുള്ള ക്യൂ നിൽക്കുകയാണ്. ഞാൻ വെളുപ്പിനെ തന്നെ വന്നു. നല്ല രീതിയിലുള്ള ദർശനം ഭഗവാന്റെ അനുഗ്രഹം കൊണ്ട് ലഭിച്ചു. ഇത് ഭഗവാന്റെ ലഡ്ഡു പ്രസാദമാണ്. ഒരു ലഡ്ഡു 50 രൂപയാണ്. നാട്ടിൽ ചെല്ലുമ്പം ആർക്കെങ്കിലും കൊടുക്കാം. നീണ്ട ലൈൻ നിൽക്കുകയാണ്. ക്ഷേത്രസന്നിധിയാണ്. ഭഗവാന്റെ രഥഘോഷയാത്രയ്ക്ക് ഉപയോഗിക്കുന്ന രഥമാണ്. ഓരോ മഠങ്ങളാണ്. ഉടുപ്പി രഥഘോഷയാത്രയ്ക്ക് ഈ രഥങ്ങളിലാണ് ഭഗവാനെ എഴുന്നള്ളിക്കുന്നത്. ശ്രീകൃഷ്ണ പെരുമാൾ, ഗരുഡനും ആഞ്ജനേയനും 3 പ്രതിഷ്ഠകളാണ് ഉള്ളത് പ്രധാനമായും. ഉടുപ്പി ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രമാണ് ഏറ്റവും പവർഫുള്ളായിട്ടുള്ള ക്ഷേത്രങ്ങളിലൊന്നാണ് ഉടുപ്പി ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രം. ഐതിഹ്യം തന്നെ ഇങ്ങനെയാണ്. വലിയ മേലാളന്മാരായ മുൻ നിരയിലുള്ള മുൻ ആൾക്കാർ, സവർണർ, അവർ മുന്നിലൂടെ തൊഴുന്നപ്പോൾ പിന്നോക്ക വിഭാഗത്തിലുള്ള കുറേ പേർ തൊഴാനായിട്ട് വന്നു. മുന്നിൽ നിന്ന് തൊഴാൻ സമ്മതിക്കാതെ ഇന്നിപ്പോൾ അവർ പുറകുവശത്ത് പോയി തൊഴുതു. ഭഗവാൻ കൃഷ്ണൻ അവർക്ക് ദർശനം കൊടുക്കാൻ പുറകോട്ട് തിരിഞ്ഞ് പുറകിൽ ദർശനം തുടങ്ങി. അപ്പം സവർണറായ മുന്നോക്കക്കാർ മുൻപിൽ തൊഴുന്നത് ഭഗവാന്റെ പുറകുവശം മാത്രമായി മാറി. അത്രയ്ക്ക് കരുണാമയനും ഏത് വാക്കുകൾ കൊണ്ട് ഭഗവാനെ വർണ്ണിക്കാൻ പറ്റും. അത്രയും ശക്തിശാലിയാണ് ഭഗവാൻ. അതോടുകൂടി മുന്നോക്കക്കാർക്കും പുറകിൽ വന്ന് നിന്ന് ദർശനം നടത്തിയാൽ ക്ഷേത്രത്തിൻ്റെ പുറകുവശം, വിഗ്രഹത്തിൻ്റെ പുറകുവശത്ത് വന്നു നിന്നാൽ മുൻവശം കാണാൻ പറ്റൂ, ഭഗവാന്റെ മുൻവശം കാണാൻ പറ്റൂ എന്ന സ്ഥിതിയിലായി. ഈ രീതിയിലാണ് ഉടുപ്പി ശ്രീകൃഷ്ണസ്വാമിയുടെ പ്രതിഷ്ഠ. ഇത് ഭഗവാനെ എഴുന്നള്ളിക്കുന്ന രഥങ്ങളാണ്. വളരെ മനോഹരമായ ഉടുപ്പി രഥഘോഷയാത്ര. ഇത് അമ്പലത്തിൻ്റെ ചുറ്റുവശങ്ങളാണ്.
കൃഷ്ണനും ബലരാമൻ രൂപങ്ങൾ ഒക്കെയാണ്. ഇതൊരു മറ്റൊരു ഗോപുരമാണ്, പടിഞ്ഞാറേ ഗോപുരം. ഇങ്ങോട്ടാണ് കൃഷ്ണസ്വാമി ദർശനം നടത്തുന്നത്. കിഴക്ക് നമുക്ക് കാണാം, സൂര്യദേവൻ ഉദിച്ചു വരുന്നുണ്ട്. എന്നാൽ കിഴക്കോട്ടാണ് പല ക്ഷേത്രങ്ങളിലും ഭഗവാന്റെ ദർശനം. എന്നാൽ ഉടുപ്പി ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിൽ നമ്മൾ നോക്കിയാൽ പടിഞ്ഞാറേക്കാണ് തിരിഞ്ഞിരിക്കുന്നത്. കാണാൻ പറ്റും ഭഗവാന്റെ ദർശനം. ഭഗവത് ദർശനം പടിഞ്ഞാറേക്കാണ്. ഗോവിന്ദ ഗോവിന്ദ. നമുക്ക് കാണാം പടിഞ്ഞാറേക്കാണ് കൃഷ്ണൻ ദർശനം നൽകിയിരിക്കുന്നത്. ഇതാണ് ആ രൂപം. വീഡിയോയിലൂടെ, മോണിറ്ററിലൂടെ ലൈവ് അഭിഷേകങ്ങളെല്ലാം കാണാൻ പറ്റുന്നതാണ്. ഓരോ മഠങ്ങളും താമസിക്കാനുള്ള സ്ഥലങ്ങളുമൊക്കെയാണ്. അതിലും ഭക്തി സാന്ദ്രമാണ് ഉടുപ്പി ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രം. കൃഷ്ണഭക്തർ കഴിയുന്നതനുസരിച്ച് വന്ന് ദർശനം നടത്തും. സൂര്യൻ കിഴക്കുദിച്ചു വരുന്നു. ഇപ്പോൾ രാവിലെ സമയം 8 മണിയാവുന്നു. പടിഞ്ഞാറേക്കുള്ള കൃഷ്ണദർശനമാണ്. ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞാണ് ഐതിഹ്യം. ഭഗവാന്റെ പുറകുവശം കിഴക്കോട്ടും മുൻവശം പടിഞ്ഞാറോട്ടുമാണ്. ഓം കൃഷ്ണായ വാസുദേവായ ഹരേ പരമാത്മനെ പ്രണതക്ലേശനാശായ ഗോവിന്ദായ നമോ നമഃ. ഗോവിന്ദ ഗോവിന്ദ.